ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു ദിവസമാണ്. ഞാൻ കുറേ ആഗ്രഹിച്ചൊരു ദിവസമാണ്. എനിക്ക് ഇന്ന് LSS കിട്ടിയിട്ട് ഞാൻ ഇന്നൊരു പ്രോഗ്രാമിന് പോകണം. ട്രോഫി വാങ്ങാനല്ലേ മച്ചിയെ. അങ്ങനെ എന്താ പറയുക, ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഇവിടെ വെച്ചിട്ട് ബസ് സ്റ്റോപ്പിലാണ്. എന്താ പറയുക, ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത്, ആരില്ലാത്തതുകൊണ്ട്. പിന്നെ അവിടെ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് കയറും. പിന്നെ എന്താ പറയുക, ഒന്നും പറയാൻ കിട്ടണില്ല മച്ചിയെ. ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിവിടെ എത്താനിട്ടുണ്ട്. അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കട്ടെ. സ്കൂളെത്താനും ഓഡിറ്റോറിയം എത്താനും കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ നമ്മളങ്ങോട്ട് നടക്കുകയാണ്. ഞങ്ങൾ നാഗലശ്ശേരി പഞ്ചായത്ത്. LSS കണ്ടോ നാട്ടാരെ, കണ്ടോ എന്നാട്ടാരെ, ഉണ്ണിടമ്മയെ കണ്ടോരുണ്ടോ? കാലമതിക്കാലെ കൂടെ പോയില്ലേ, തിരികെ വന്നപ്പോൾ കണ്ടില്ലോളെ. ഉണ്ണി കരയുന്നേ, പൊന്നുണ്ണി കരയുന്നേ, ഉണ്ണിടമ്മ. കർക്കിടകപ്പെയ്ത്തിൽ പെരുവെള്ളമൊഴുകിപ്പോ ഉണ്ണിടമ്മ. ഉണ്ണി കരയുന്നേ, പൊന്നുണ്ണി കരയുന്നേ, എന്റെ പൂങ്കാവിതെങ്ങോ പോയി. ഉണ്ണി കരയുന്നേ, പൊന്നുണ്ണി കരയുന്നേ, എന്റെ പൂങ്കാവിലെ. പ്രതീക്ഷയുടെ സ്നേഹത്തിന്റെ മുഖങ്ങൾ മണ്ണെടുത്തു. ഇല്ല, ഇനി സമ്മതിക്കില്ല. ഒരു കുഞ്ഞിന്റെ കണ്ണുനീര് വീഴാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളുടെ അവസാന ശ്വാസം വരെ ഞങ്ങളുടെ കാടിനെ ഞങ്ങൾ
മാത്രമല്ല, നിങ്ങൾക്ക് കൂടി വേണ്ടിയാണ്. SSLC +2 LSS BSS പരീക്ഷകളിൽ ഉജ്ജ്വലമായ വിജയം നേടിയ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സാധാരണ ഈ പരിപാടികൾക്ക് പോകാൻ പാലക്കാടിന് പുറത്ത് പരിപാടികൾക്ക് ഇങ്ങനെ പോകാറേയില്ല. ആകെ പോകുന്നത് യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരിപാടിയാണെങ്കിൽ മാത്രമാണ് പുറത്ത് പോകാറുള്ളത്. പിന്നെന്തുകൊണ്ടാണ് അത്ര ദൂരം തൃത്താലയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഈ പുരസ്കാരത്തിൻ്റെ പേരാണ് അതിൻ്റെ കാരണം. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വലിയ മനുഷ്യനാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൃത്താല എന്ന് പറയുന്നത് ഏറെ പൈതൃകം പേറുന്ന, പ്രത്യേകിച്ച് അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക ഭൂപടത്തിലെ ഒരിടമാണ് തൃത്താല. MT-യിലൂടെയും അക്കിത്തത്തിലൂടെയും ഒക്കെ ഈ നാട് ലോകമാകെ ശ്രദ്ധിക്കുന്ന തരത്തിൽ ലോകത്തിലെ തന്നെ സാംസ്കാരിക ഭൂപടത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുമുണ്ട്. പക്ഷേ ഈ നാടിൻ്റെ വിദ്യാഭ്യാസപരമായ ഔന്നത്യങ്ങളിലേക്ക് എത്തുന്നത് ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാറ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ആ കാലയളവാണ്. തൃത്താലയ്ക്ക് സ്വന്തമായി ഒരു ഗവൺമെൻറ് കോളേജ്, തൃത്താലയ്ക്ക് മാത്രമല്ല, അന്തരിച്ച CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ തലശ്ശേരി ഉൾപ്പെടെ കേരളത്തിൽ സർക്കാർ കോളേജോ എയ്ഡഡ് കോളേജോ ഇല്ലാത്ത എല്ലാ നിയോജക മണ്ഡലങ്ങളിലേക്കും ഗവൺമെൻറ് കോളേജ് എന്ന ഒരാശയം തന്നെ നടപ്പിലാക്കിയത് ശ്രീ ഉമ്മൻചാണ്ടി സാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലയളവിലാണ്. അന്ന് ബഹുമാന്യനായ ഞങ്ങളുടെ എല്ലാവരുടെയും സുഹൃത്ത് ശ്രീ ബൽറാം തൃത്താലയുടെ MLA ആണ്. അന്ന് MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് തൃത്താലയ്ക്ക് സ്വന്തമായൊരു ഗവൺമെൻറ് കോളേജ് സാധ്യമാണ്. അതുപോലെ തന്നെ പിന്നെയും ആ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എനിക്ക് തോന്നുന്നു തൃത്താലയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം പരിഗണിക്കപ്പെട്ടിരിക്കുന്ന ഒരു പീരീഡ് 2011 മുതൽ 16 വരെ ഉമ്മൻചാണ്ടി സാറ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലയളവാണ്. അതിൻ്റെ ഉദാഹരണമായി, സ്മാരകമായി ഇവിടുത്തെ പാർക്ക് ഉൾപ്പെടെ എല്ലാ MLA-മാർക്കും ആദ്യമായി അവരവരുടെ മണ്ഡലങ്ങളിലെ പ്രാദേശിക വികസനത്തിന് വേണ്ടിയിട്ട് 5 കോടി രൂപ നീക്കിവെക്കുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറാണ്. അത് കൊച്ചു കൂട്ടുകാരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങളുടെ എത്രയോ ദിവസത്തെ ഉറക്കമില്ലാത്ത രാത്രികളുടെയും വിശ്രമമില്ലാത്ത പകലിൻ്റെയും ഒക്കെ ഭാഗമായി നിങ്ങൾ നേടിയ ഉന്നതമായ ഈ വിജയത്തെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ പേരിൽ ഈ നാട് ചേർത്ത് പിടിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ നാട്
അതിൽ അഭിമാനിക്കുന്നു എന്ന് വിളിച്ചു പറയുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചടങ്ങ് ഇന്ന് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഈ ഫൗണ്ടേഷൻ്റെ ഭാഗമായി പുരസ്കാരം ഏറ്റുവാങ്ങുന്ന എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും ഹൃദയാഭിവാദ്യങ്ങൾ, അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ നേട്ടത്തിൽ വലിയ അഭിമാനത്തോടു കൂടി, സന്തോഷത്തോടു കൂടി, ഒരു ആത്മഹർഷത്തോടു കൂടി ഇവിടെ ഇരിക്കുന്ന എല്ലാ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും അവരോടൊപ്പം തന്നെയുള്ള സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. IES മുടവന്നൂർ. നാഗലശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂൾ. നാഗലശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂൾ. മേഴത്തൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ. മേഴത്തൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ. പെരിങ്ങോട് ഗവൺമെൻറ് ഹൈസ്കൂൾ. പെരിങ്ങോട് ഗവൺമെൻറ് ഹൈസ്കൂൾ. പെരിങ്ങോട് ഗവൺമെൻറ് ഹൈസ്കൂൾ. പെരിങ്ങോട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റുവാങ്ങണം. വോക്കലി സ്കൂളിലെ USS കിട്ടിയ കുട്ടികൾ, വോക്കലി സ്കൂളിലെ USS കിട്ടിയ മേഴത്തൂർ ഹയർ സെക്കൻഡറി ട്രോഫി മേഴത്തൂരിന് ശേഷം ക്ഷണിക്കുകയാണ് IES മുടവന്നൂരിലെ. IES മുടവന്നൂരിലെ നമ്മൾ എത്രയും പെട്ടെന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയാണ് വേഗം വിളിക്കുന്നത്. തിരക്ക് കൂട്ടാതെ. മേഴത്തൂരത്തെ കുട്ടികൾ റെഡി ആയിട്ട് നിൽക്കുക. മേഴത്തൂര് ഹയർ സെക്കൻഡറി കുട്ടി. ഞാൻ ടെക്സ്റ്റ് റാപ്പിന് വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങി. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഫങ്ഷനും ഈ എന്താ പറയുക പ്രോഗ്രാമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കൊച്ചു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.